പൊട്ടിച്ചു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ദേവുട്ട ഗ്ലാസ് പൊട്ടിക്കരുതെന്ന്. ഗ്ലാസ് പൊട്ടിക്കുന്നത് നല്ലതല്ല. ചില്ലുടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും ഈശ്വര വീട്ടില്. എത്ര തവണയാ ദേവുട്ടാനോട് പറഞ്ഞാ നിക്കണത്. ദേവുട്ട എന്താ കുട്ടി കരയണ സൗണ്ട് കേട്ട്? ആ ഇപ്പൊ എങ്ങനെയുണ്ട്? ചില്ലുടഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുട്ടി വീണില്ലേ? എന്തായാലും നീ ചില്ലുടച്ച കാരനാണ്. ഞാൻ നോക്കിയിട്ട് ഞാൻ പിടിക്കാം. ഞാൻ പിടിക്കാം. ഓക്കെ. അമ്മ ശാരികേനെ വിളിച്ചേ. ശാരികേന്റെ ഇവിടെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫോൺ കാണാനില്ല. അത്ര ഫോൺ ഇവിടെ ഒന്നും കാണാനില്ല. നീ ആ ഗ്ലാസ് പൊട്ടിച്ചപ്പോ ഞാൻ വിചാരിച്ചത് എന്റെ ഇവിടെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാവുന്നു. ഇപ്പൊ കണ്ടില്ലേ, ശാരികേന്റെ ഇവിടെ വന്ന് പോയി ശാരികേന്റെ ഫോൺ കാണാനില്ല. നീ ചില്ല് പൊട്ടിച്ചിട്ട് തന്നെ ആ ഫോണ് കാണാനില്ല. അത് പോയി. നീ ഫോൺ കിട്ടിയ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ ശാരികേന്റിയുടെ ഫോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വെറുതെ എന്നെ കുട്ടിയാൻ പറഞ്ഞു. ആ അത് ഞാൻ പ്രാർത്ഥിച്ച കാരണം ഒന്നും ഉണ്ടാവാഞ്ഞത്. ഞാൻ എത്ര പ്രാർത്ഥിച്ചു എന്നറിയോ? അത് കാരണം ഫോൺ തിരിച്ചു കിട്ടിയത്. ആ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞു. എന്റെ അമ്മേ, നീ ഇത് എങ്ങടെ ഈ ബാഗൊക്കെ എടുത്തിട്ട്? ഞാൻ ഈ വീട് വിട്ടിട്ട് പോവാ. എന്തിനാ? ഞാൻ ഇനി ഈ ലോകത്ത് എന്ത് നടന്നാലും ഞാൻ ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ടാണ് ചിഞ്ചു പറയുള്ളൂ. ഇനിയിപ്പോ ഇസ്രായേലും പിന്നെ ഇറാനും യുദ്ധം നടന്ന ചിഞ്ചു പറയും നീ ഗ്ലാസ് പൊട്ടിച്ചിട്ട് അത് നടന്നു. അതുകൊണ്ട് ഞാൻ പോവാ. ഇനി ഇത് കേൾക്കണം.